ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകുന്നു. അപ്പം സംഭവം എന്തെന്ന് വെച്ചാൽ ഇന്നിപ്പം മക്കൾക്ക് അവധിയുണ്ട്, ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായിട്ട് വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച്. അപ്പം അക്കും ചുമാനായും ഉണ്ട്. അപ്പം ഞാൻ ട്യൂഷന് ജസ്റ്റ് ഒന്ന് പോയേക്കുന്നു. അപ്പം ട്യൂഷന് ക്രിസ്മസിൻ്റെയൊക്കെ എന്തോ പരിപാടിയും കാര്യങ്ങളായിട്ടൊക്കെ പോയേക്കാണ്. അപ്പം ട്യൂഷനെ അടച്ചിട്ടില്ല, അത് സ്കൂളടച്ച് സ്കൂളിൽ ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ട്യൂഷനിൽ ഇനി ക്രിസ്മസിൻ്റെ പരിപാടി ഒരു ദിവസമുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ ഇതായിട്ടൊക്കെ പോയേക്കാണ്. അപ്പോൾ അവൻ ഇനി നമ്മൾ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പം എന്താ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം എന്താ ഏകദേശം ഒരു എത്ര മണിയായിട്ടുണ്ട്, 11:45. എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴത്തേക്കും ഇത്രയും സമയമായി. എന്തായാലും നമ്മൾ പോകാനായിട്ടൊക്കെ തീരുമാനിച്ചു. അപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മതി. ഓക്കെ. അങ്ങനെ ഗേസ് നമ്മുടെ അക്കുവിന് വയസ്സറിഞ്ഞപ്പോഴത്തേക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് അക്കു കാണിച്ചു തരും. കാണിച്ചു കൊടുക്കൂ. ഇത് മാല ആരെന്ന് പറഞ്ഞോളൂ. ഇത് വാപ്പി മാല വാപ്പി എന്നത്, ഇത് ഉമ്മച്ചിമാന്ന്. ഉമ്മച്ചിമാന്ന് പറയുമ്പോൾ ഉമ്മയുടെ ഉമ്മ. അടുത്ത ഗിഫ്റ്റ് വാപ്പു, അതാരാണ്? വാപ്പീരെ ഉമ്മ. അടുത്ത ഗിഫ്റ്റ് ആർക്കുള്ള? ഇത് എൻ്റെ തന്നെ ഉമ്മച്ചി എന്നത്. നേരെ കാണിക്കേ. അങ്ങനെയല്ല, അടുത്ത ഗിഫ്റ്റ് ഇത് ചക്കരക്കാത്തി തന്നു. അടുത്തതാണ് കാണിക്കുക. ആരെന്നാണ്? ഇത് വാപ്പിയുടെ ഫ്രണ്ട് ജയമാമൻ തന്നു. ഇത് ദുബായിൽ നിന്ന് വന്ന ഗിഫ്റ്റാണത്. അടുത്തതൊരു മോതിരം. ഇതാരെന്ന ഗിഫ്റ്റാണ്? ഇത് മാമിയുടെ മോള് തന്നത്. അങ്ങനെ നമ്മുടെ അക്കുവിന് കിട്ടിയ ഗിഫ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ജുമാൻ അതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അക്കു ഒരു ഹായ് പറ. ഹായ്. എല്ലാവരും കുറേ ദിവസമായിട്ടോ നിങ്ങളെ വീഡിയോയിൽ കണ്ടിട്ട്. എക്സാമൊക്കെ കഴിഞ്ഞില്ല? എളുപ്പമുണ്ടായിരുന്നാ? ഓ, എന്തിനു പറഞ്ഞാൽ ഓ അത് മാത്രമേ പറയുള്ളൂ. ജുമാനെ ഹായ് പറ. ഡേയ് ഹായ് പറയാം. ജുമാന് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. സംഭവം എൻ്റെ നിന്നൊരു വഴക്ക് കേട്ട് അപ്പോൾ പിണങ്ങിയിരിക്കുകയാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ. അങ്ങനെ ഗേസ് ദാ ഇതൊരു വാച്ച് കണ്ടോ, എൻ്റെ വാച്ചാണ്, ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതിൽ എൻ്റെ ഇക്കാടെ ഫോട്ടോ ഇട്ടേക്കാണ് കണ്ടോ നിങ്ങൾ. ഇതിന് കുറച്ചൊരു 3-4 കളറ് ലെതറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സിനും ചെയ്തിടാം. അപ്പോൾ ഈ വാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ, ഇഷ്ടമായോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതാ ഒത്തിരി ലെതറുണ്ട്, അതായത് ഒരു 4-5 ഐറ്റം ഉണ്ട്. നമുക്ക് ഓരോ ഡ്രസ്സിനും ചേഞ്ച് ചെയ്ത് മാറി ഇടാം. ടോട്ടൽ 5 കളറുണ്ട് കേട്ടോ. അപ്പോൾ വേറെ 2 കളറ് മക്കളെടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഒന്ന് പർപ്പിൾ കളറാണ്, ഒന്ന് വേറൊരു ഒരു റെഡ് കളറ്, ഒന്ന് വൈറ്റ്, അങ്ങനെ ഒരു 5 കളറായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഇക്ക അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇക്ക ആരും വീഡിയോയിൽ കണ്ടില്ലല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പോകാനായിട്ടൊക്കെ റെഡി ആയതാണ്. അപ്പോൾ നമ്മൾ അതുപോലെ പുറത്ത് പോകാനായിട്ട് മക്കളും റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇക്കായും റെഡിയായി. അപ്പോൾ നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ.
നമ്മളിതാ വണ്ടി എടുക്കാനായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഇക്കടെ അളിയൻ്റെ വീട്ടിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി കയറത്തൊക്കെ സൗകര്യം ഇല്ലല്ലോ, അതുകൊണ്ടിട്ട് നമ്മളിവിടെയാണ് ഇടുന്നത്. അപ്പോഴിതാ നമ്മൾ വണ്ടി എടുത്ത് കയറാനായിട്ട് പോകുന്നു എല്ലാവരും. പിന്നെ ഇതാ നമ്മൾ പകുതി ഒരു വഴിയിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വണ്ടിയിലിരുന്ന് കഴിച്ചുകൊണ്ട് പോകാമല്ലോ, അങ്ങനെ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എവിടെയാണെന്നുള്ളത് സ്ഥലം നോക്കട്ടെ, എന്താണ് ബോർഡിൽ എഴുതിയിരിക്കണമെന്നുള്ളത്. എനിക്കും കറക്റ്റ് സ്ഥലം ഇത് എവിടെയാണെന്ന് അറിയില്ല. നമ്മളിങ്ങനെ പോയ വഴിക്ക് ഫ്രൂട്ട്സ് കണ്ടപ്പോഴത്തേക്കും വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. KN ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിതാ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് അപ്പോൾ നമ്മളിതാ പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഓക്കെ. അങ്ങനെ ഗേസ് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം ഭീമാപ്പള്ളിയിലാണ്. അപ്പം ഭീമാപ്പള്ളിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പള്ളിയിലെ ഉറൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ദിവസം ഉറൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ വരാറുണ്ട്. ഇക്ക വരുമ്പോഴത്തേക്കും ഞാനും ഇക്കയും കൂടി ഇവിടെ വരാറുണ്ട് പള്ളിയിൽ. അങ്ങനെ നമുക്ക് എന്തായാലും വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കാം, ബാക്കി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ. ഇതിങ്ങനെ ചന്ദനക്കുട എടുത്തുകൊണ്ട് പോകുന്നതാണ്. ചന്ദനക്കുട നേർച്ചയാണ്. അവരിങ്ങനെ എടുത്തിങ്ങനെ റൗണ്ട് വയ്ക്കും. ചന്ദനക്കുടം തിരി ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഗേസ് നമ്മുടെ പള്ളിക്ക് അകത്തോട്ട് കയറാൻ പോകണം. അപ്പോൾ അകത്ത് നിന്നിട്ടുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാനൊന്നിനും പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് ഒത്തിരി പേരുണ്ട്. അത് മാത്രമല്ല അങ്ങനെ നമുക്ക് എടുത്തുകൂടാം. അപ്പോൾ എന്തായാലും അകത്ത് കയറി യാസീനൊക്കെ ഓതാനായിട്ട് പോകുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും.